ബജറ്റ് അവതരണത്തിന് ശേഷം കേരളത്തിൽ കൂട്ടക്കരച്ചിലാണല്ലോ കാണാൻ സാധിക്കുന്നത്. അല്ല, നമ്മുടെ കേരളത്തിൽ സ്ത്രീകളും യുവാക്കളും സാധാരണക്കാരൊന്നും തന്നെ ഇല്ലേ? ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് മിഡിൽ ക്ലാസ്സിന്, സ്ത്രീകൾക്ക്, യുവാക്കൾക്ക് വളരെ കൃത്യമായിട്ട് ഉപകാരമുള്ളൊരു ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂട്ടക്കരച്ചിൽ നടത്തുന്നത് മറ്റൊന്നിനുമല്ല, സ്വർണത്തിന് വലിയ രീതിയിൽ വില കുറച്ചിട്ടുണ്ട്. അതും നികുതി ഇനത്തിലാണ് കുറച്ചിട്ടുള്ളത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ നമ്മുടെ രാജ്യത്തേക്ക് സ്വർണം എത്തിക്കുമ്പോൾ അവരുടെ ലാഭം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നികുതിക്ക് അനുസരിച്ചാണ്. ആ നികുതി തന്നെ അങ്ങ് കുറച്ചാൽ വലിയ രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ലാഭം അങ്ങ് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് ഈ ബജറ്റ് അവതരണത്തിൽ നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ബജറ്റ് അവതരണത്തിൽ ഞാൻ നോക്കിയിട്ട് യാതൊരു പ്രശ്നവും കാണുന്നില്ല. മുദ്രാ ലോൺ 20 ലക്ഷത്തിലേക്കൊക്കെ വലിയ രീതിയിൽ കൂട്ടൽ നടത്തിയിട്ടുണ്ട്. ഈ മുദ്രാ ലോണൊക്കെ കിട്ടുന്നില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, ബാങ്ക് മാനേജർമാരുൾപ്പെടെ മോദി എന്ന് കേൾക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. അങ്ങനെ എന്ത് ആളുകൾക്ക് ഉപകാരമുള്ളതും പരമാവധി അവർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. എന്നിരുന്നാലും 20 ലക്ഷത്തോളം ആളുകൾ മുദ്രാ ലോൺ ഇതിനോടകം തന്നെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ കണക്കായി പറയുന്നത്. അതിന് മുന്നോട്ടും സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബജറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. നമ്മൾ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്, മറിച്ച് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് മാധ്യമപ്രവർത്തകർ പോയ സമയത്ത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം നടന്നിരിക്കുന്നു. പല രീതിയിലുള്ള ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. പലരും അവരെ പിന്തുണയ്ക്കുന്നു പോലുമുണ്ട് എന്നുള്ളതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുള്ളൂ. എന്ന് തന്നെയായാലും നമ്മളിവിടെ കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടില്ല. വീഡിയോ ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകന് പല്ലൊക്കെ കടിച്ച് ഒരുമാതിരി മൈക്ക് പിടിച്ച് ഈ ഒരു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മൈക്കിന് പകരം തോക്കായിരുന്നെങ്കിൽ വെടിവെച്ചേനെ എന്നുള്ളതല്ലേ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു മാപ്പ് പറച്ചിൽ, ഏതായാലും ചെയ്തത് തെറ്റാണെന്നൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഈ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകനൊക്കെ മാപ്പ് കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ ബോധമുള്ള ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഏതായാലും ഈ മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്തതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. തൗഫീഖ് അസ്ലം എന്നാണ് ഈ വ്യക്തിയുടെ പേര്. കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു. കേരളത്തോടുള്ള ബജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചെന്നത്. അദ്ദേഹം ബൈറ്റ് നൽകി പോയ ഉടൻ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. എൻ്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവുമല്ല അത്. അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയോടെന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കരുതിക്കൂട്ടിയിൽ അല്ലെങ്കിൽ പോലും എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോക്ഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഭവിച്ചു പോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നു. ഈ രാജ്യത്ത് സമാധാനത്തിൽ ജീവിക്കുന്ന സകല ആളുകൾക്കും ഈ ഒരു വിഷയത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട്. കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ നിൽക്കുന്നത് പല്ലും കടിച്ച് മൈക്കിന് പകരം എന്ത് കിട്ടിയാലും അത് ഉപയോഗിക്കുമായിരുന്നു എന്ന ഒരൊറ്റ നിൽപ്പ്, അത് കാണുമ്പോൾ ബോധമുള്ള ആളുകളൊക്കെ തന്നെ ഇവരൊക്കെ ഏത് ഭാഗത്തുനിന്ന് വരുന്നു എന്ന് ചിന്തിക്കില്ലേ? നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു മാധ്യമ പ്രവർത്തകൻ നിന്ന നിൽപ്പ, ഇവൻ്റെയൊക്കെ ഒരു മാപ്പ് ആര് സ്വീകരിക്കുമെന്ന? ഇതേ മീഡിയ വണ്ണിൽ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാലോ, ഒരു മാധ്യമ പ്രവർത്തക
നമ്മുടെ കേരളത്തിൻ്റെ കണ്ണും കാതുമായിട്ടുള്ള സകല മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് സുരേഷ് ഗോപി ഈ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിച്ചു എന്ന വാർത്ത, എന്നിട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും പോകുന്ന വഴിക്കൊന്ന് തട്ടിപ്പോയോ എന്ന് കരുതിയിട്ട് ഒരു മാപ്പ് ഉൾപ്പെടെ പോലെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് സുരേഷ് ഗോപിയുടെ മാന്യതയുടെ അങ്ങേയറ്റത്ത് നിന്ന് അദ്ദേഹം ചെയ്തത്. എന്നിട്ടും ഇതേ മീഡിയ വണ്ണ് എന്തൊക്കെയാ അന്ന് ചെയ്തു കൂട്ടിയത്? പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നട്ടപ്പാതിര നേരത്ത് വാർത്ത ഇറക്കുന്നു, വലിയ രീതിയിൽ കേസ് കൊടുക്കുന്നു. അത് കേരളത്തിലെ ജനത കൃത്യമായി തിരിച്ചറിഞ്ഞു. മീഡിയ വണ്ണിന്റെ ചെറ്റത്തരക്ക അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാ തൃശ്ശൂരിൽ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് സുരേഷ് ഗോപി അന്ന് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളത്. ഇതേ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകൻ തോന്നിയതുപോലെ ചെയ്തിട്ട് മാപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ എന്ത് ചെയ്യണം ഈ മാപ്പിനൊക്കെ എന്നുള്ളത്. ഈ മീഡിയ വണ്ണിലുള്ള ആളുകള് ഇവനൊക്കെ പ്രതീക്ഷിച്ചത് കിട്ടാത്തതിന് ഒരു MP യോട്, ഒരു കേന്ദ്രമന്ത്രിയോട് ഇങ്ങനെയാണെങ്കിൽ ഇവനൊക്കെ എതിരെ അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക? ഇത്തരം ആളുകളെയൊക്കെ മീഡിയ വണ്ണിൽ ഇത്തരം ആളുകളെ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മുടെ കേരളത്തിലൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നൊരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകൻ ചെയ്തു കൂട്ടിയ ചേഷ്ടകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ. ഇതൊക്കെ അങ്ങനെ മാപ്പിലൊതുക്കാമെന്നൊന്നും ഞാൻ കരുതുന്നില്ല.